നാം ഇന്ന് ടാപ്പ് തുറന്നാൽ വെള്ളം ലഭിക്കുമായിരിക്കും. എന്നാൽ 2050 ഇന്ത്യയിലെ 40 കോടി ജനങ്ങൾക്ക് വെള്ളം ലഭിക്കില്ല എന്ന് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് വാട്ടർ റിപ്പോർട്ട് പറയുന്നു. ഇത് നാം നേരിടാൻ പോകുന്ന യഥാർത്ഥ ഭീഷണിയാണ്. ഇനി ഇതിന് ഉതകുന്ന യഥാർത്ഥ കാരണങ്ങളിലൂടെ കടന്നു പോകാം. ഒന്ന്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലിഷൻ. ഗ്രൗണ്ട് വാട്ടർ തീരുന്നു. ഇന്ത്യയിലെ കുടിവെള്ളത്തിന്റെ 80% ഗ്രൗണ്ട് വാട്ടറിലാണ്. അതിൽ 60% കർഷകർ ഉപയോഗിക്കുന്നു. ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിൽ 30% വരെ വെള്ളം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് നഗരങ്ങളിലെ ജലദൗർബല്യം, ഏർബൻ വാട്ടർ ക്രൈസിസ്. NIT ആയോഗ് പ്രകാരം 2030 21 നഗരങ്ങൾ വൃത്തിജലമില്ലാതാക്കും. അതിൽ മെട്രോ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ പോലെയുള്ള സംസ്ഥാനങ്ങൾ വളരെയധികം ഭീഷണിയിലാവും. ഇനി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് കുറഞ്ഞ ഉപയോഗം = അധിക ഭാഗം. ഇനി അടുത്തത് കേരളവും സുരക്ഷിതമല്ല. പഴയ നദികളും കിണറുകളും നിലംപതിഞ്ഞിരിക്കും. കടലോട് ചേർന്നിരിക്കുന്ന ഭൂഗർഭ ജലശേഖരണങ്ങൾ കാലക്രമേണ വെള്ളം വറ്റിയതിനെ തുടർന്ന് അതും നശിച്ചു പോകുന്നു. മിക്ക വീടുകളും ഇന്നും ടാങ്കർ വെള്ളത്തിനാണ് ആശ്രയിക്കുന്നത്. ഇനി അടുത്തത് വ്യവസായ ദുരുപയോഗം. ബോട്ട്ലിംഗ് പ്ലാന്റ്സ്, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് പോലെയുള്ള കമ്പനികൾ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിനേന ഉപയോഗിക്കുന്നത്. ഗംഗ, യമുന, പെരിയാർ മാലിന്യ കൂമ്പാരത്താൽ ദുഷിതം നിറഞ്ഞ നദികളായി മാറിയിരിക്കുന്നു. ജനപ്രതിനിധികൾ പോലും ഇത് തിരിഞ്ഞു നോക്കാറില്ല. നെഗ്ലിജൻസ് ആണ്. പരിഹാരങ്ങൾ: ജലബോധവൽക്കരണം, അവയർനെസ് പ്രോഗ്രാമുകൾ സ്കൂൾ മുതൽ തുടങ്ങേണ്ടതുണ്ട്. 2, മഴവെള്ള ശേഖരണം. മഴവെള്ള ശേഖരണത്തിന് വേണ്ടി ഓരോ വീടുകളിലും പിറ്റ്സ് നിർബന്ധമാക്കേണ്ടതുണ്ട്. അടുത്തത് ഗ്രൗണ്ട് വാട്ടർ റീചാർജ്. ഇതിൽ 2 മെത്തേഡാണ്. ഒന്ന്, സോക്ക് പിറ്റ്സ്, വെള്ളത്തെ നിലനിർത്തിക്കൊണ്ട് ഭൂമിയിലേക്ക് ഇറക്കാനുള്ള കുഴികൾ. 2, ചെക്ക് ഡാംസ്, വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന കെട്ടിടങ്ങൾ. വെള്ളം വെറുമൊരു വിഭവമല്ല, അത് ജീവന്റെ ഭാഷയാണ്. അതിൻ്റെ വില ഇപ്പോഴെങ്കിലും മനസ്സിലാകട്ടെ. ഇറ്റ്സ് മീ മുഹമ്മദ് ഫ്ലാ, സൈനിങ് ഓഫ്. ബൈ ബൈ.